ജയിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിച്ച് ഇ.പി. ജയരാജൻ വേതന വർധനവിനെതിരെ എതിർക്കുന്നത് തെറ്റായ നിലപാടാണെന്നും ജയിലിലുള്ളത് പാവങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് കുറ്റവാളികൾ ആയവരെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ജയിലിൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഈ കൂലി ഉപകാരപ്പെടും. സർക്കാർ നടത്തിയത് കാലോചിതമായ പരിഷ്കാരം. തൊഴിലുറപ്പിന്റെയും ആശമാരുടെയും വേതനം കൂട്ടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. സ്വർണ്ണക്കൊളയിൽ SIT ശരിയായ ദിശയിൽ അന്വേഷണം നടത്തുന്നു. അതിനെ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എതിർക്കുന്ന തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി 362 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് എന്താ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യാം? അതിന്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യാം? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ആശാവർക്കർമാരെക്കാളും തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാളും കൂടുതലാണ് ഞാൻ നിങ്ങൾ പറയേണ്ടത് ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാനൊക്കെ പറയേണ്ടത്. ആശാ വർക്കർമാര്, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാര്, മറ്റ് വർക്കേഴ്സ്, അവർക്ക് പോരാ കൂലി. അതല്ലേ പറയേണ്ടത്. ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തിനാ എതിർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിന്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. അവരത് മാറ്റി മിനിമം വേജസ് കൊടുക്കണം. മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം. ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേലല്ലേ സമർപ്പിച്ചിരിക്കേണ്ടത്. അതൊന്നും പറയാതെ ഈ പാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തല്ലേ. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്?